നമസ്തേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജനം ടി വി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക്, മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേക്ക് 30-ാം ദിവസം കേരളം ഉൾപ്പെടെ ഉള്ള വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് ഓരോ മുന്നണികളും ഓരോ സംസ്ഥാനത്തും. ആദ്യം കാണാം മണ്ഡലത്തിലൂടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ഓരോ മുന്നണികളും പ്രചാരണ ചൂടിൽ സജീവമാകുന്നത്. വോട്ട് ഷെയർ 3 ഇരട്ടി വർദ്ധിപ്പിച്ച ആത്മവിശ്വാസത്തിൽ NDA ക്യാമ്പും ഒപ്പം കോൺഗ്രസിനുള്ളത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയാണ്. ഒപ്പം വോട്ട് ഷെയർ കൂട്ടാനും ഒരു വിജയം എന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട് LDF സ്ഥാനാർത്ഥിയും. കാണാം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങൾ. ബീന തയ്യാറാക്കിയ റിപ്പോർട്ട്. വികസന പദ്ധതികളും നയങ്ങളും കാഴ്ചപ്പാടുമാണ് എക്കാലത്തും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം. പോരാട്ടവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് 3 പ്രധാന മുന്നണികളും തിരക്കിട്ട പ്രചരണ പരിപാടികളുമായി കളം പിടിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്തൊക്കെ ചെയ്തു എന്നത് ഇക്കുറി വിലയിരുത്തപ്പെടും. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വലിയ വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ കായലും കരയും അതിരിടുന്ന മണ്ഡലം, വികസന പദ്ധതികൾക്ക് വളക്കൂറുള്ള മണ്ണ്, മെട്രോ നഗരമായ കൊച്ചി ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും വിജയം കണ്ടത് UDF. LDFന് മണ്ഡലം പിടിക്കാനായത് 3 തവണ മാത്രം. UDFന്റെ സിറ്റിംഗ് MP ഹൈബി ഈഡൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമാണ് UDFന്റെ ആത്മവിശ്വാസത്തിന്റെ അളവുകോൽ. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ആരും വിചാരിക്കാത്ത വലിയ തോതിലുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയതാണ്. എന്നാൽ ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മികച്ച ഒരു വിജയം പ്രദാനം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മികച്ചൊരു വിജയമായിരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇവാലുവേഷൻ. ജനങ്ങളുടെ പ്രോഗ്രസ് കാർട്ടിൽ ഏറ്റവും മികച്ച മാർക്കോടുകൂടി പാസ്സാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ MP എന്ന നിലയിൽ ഹൈബി ഈഡൻ മണ്ഡലത്തിൽ നടന്ന വികസന പദ്ധതികളിൽ ഒന്നും പങ്കാളിയല്ല എന്നാണ് മറ്റു മുന്നണികളുടെ പക്ഷം. MP എന്ന നിലക്ക് നിലവിലുള്ള എറണാകുളത്തിന്റെ MP ഇക്കാര്യത്തിൽ വട്ടപൂജ്യമാണ്. മാത്രമല്ല ആ രംഗത്തേക്ക് യാതൊരു വിധത്തിലുള്ള സംഭാവനയും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന പല പദ്ധതികൾ, ഇപ്പോൾ മെട്രോ ആണെങ്കിലും മെട്രോ വേഗത്തിൽ നടപ്പിലാക്കുന്ന വിഷയമാണെങ്കിൽ ജലമെട്രോ, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. ആ ജലമെട്രോയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കടൽ ഭിത്തി നിർമ്മാണം ചെല്ലാനത്ത്, തീരദേശ മേഖലയായ ചെല്ലാനത്ത് 344 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു. അടുത്ത ഘട്ടത്തിന് 247 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വികസന പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടാൻ 2 മുന്നണികളുടെയും ആളുകൾക്ക് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു വികസന പദ്ധതി, ഒരു പെട്ടിക്കട തുടങ്ങിയെന്ന് അവകാശപ്പെടാൻ 2 മുന്നണികൾക്കുമാവില്ല. ഇപ്പോൾ MPയോ MLAയോ ഈ നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA അല്ലെങ്കിൽ MP അവർക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ 5 വർഷം സംസ്ഥാനം ഭരിച്ചപ്പോൾ നടപ്പിലാക്കി എന്ന് പറയാൻ അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. 35 വർഷം മുമ്പുള്ള വോട്ട് വിഹിതം പരിശോധിച്ചാൽ NDA മണ്ഡലത്തിൽ കൈവരിച്ചിട്ടുള്ള ക്രമാനുഗതമായ ജനപിന്തുണയുടെ വർധനവിന്റെ ചിത്രം വ്യക്തമാകും. ഈ കാലയളവിൽ 3 ഇരട്ടിയിലധികം വോട്ടുകൾ നേടാനായി എന്നത് NDA ക്യാമ്പിന് ആത്മവിശ്വാസമേകുന്നു. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ആളുകളും നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. ഇവിടെ മത്സരിക്കുന്ന നരേന്ദ്രമോദിജിയാണ്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദിയുടെ വികസനം നമ്മുടെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അക്കാദമീഷ്യൻ, എഴുത്തുകാരൻ, വാഗ്മി എന്നീ വിശേഷണങ്ങളുള്ള ഡോക്ടർ KS രാധാകൃഷ്ണനാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പത്തിലെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തോടൊപ്പം
നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം. അതാണ് മോദി ഗ്യാരണ്ടി. അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 2019 UDFിനെ നേരിടാൻ LDF ഇറക്കിയത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P രാജീവിനെ. അവിടെ അടിപതറിയ LDF ഇക്കുറി പരീക്ഷിക്കുന്നത് ഒരു കന്നിക്കാരിയെ അവതരിപ്പിച്ച്. വോട്ടർമാർക്കിടയിൽ താരതമ്യേന പരിചിതയല്ലാത്ത KJ ഷൈൻ എന്ന അധ്യാപികയ്ക്ക് പ്രചരണം നേരത്തെ തുടങ്ങാനായി എന്നതു മാത്രമാണ് നേട്ടം. മണ്ഡലം ഇക്കുറി മാറി ചിന്തിക്കുമെന്ന ശുഭപ്രതീക്ഷയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ജനങ്ങൾ കാണുന്നത് പരമ്പരാഗതമായി ഞങ്ങൾ ഇന്നതാണ്, അതിൽ തന്നെ മരണം വരെ നിൽക്കുക എന്നുള്ളതല്ല. ജനാധിപത്യത്തിൻ്റെ ഒരു ഭരണരീതി അനുസരിച്ച് ജനപ്രതിനിധികളെ മാറ്റാനും ഗവൺമെൻറ്റിനെ മാറ്റാനും ഒക്കെയുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതിപ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് പ്രതികരിച്ച് മാറ്റം വരുത്തുന്നു. തീർച്ചയായും ഇവിടെയും ആ മാറ്റം സ്വാഭാവികമാണ്. കൃത്യം ഒരു മാസം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നണികൾക്ക് നിർണായകം. UDFിന്റെ ഉരുക്കുകോട്ടയെന്ന ക്ലീശ പ്രയോഗം ഇത്തവണ അറബിക്കടലിൽ താഴുമോ? ദേശീയ തലത്തിൽ ഒരുമിച്ചും സംസ്ഥാനത്ത് പോരടിച്ചും തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് വോട്ടർമാർ തിരിച്ചറിയുമോ? നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന മാതൃകകൾ ജനങ്ങൾ അംഗീകരിക്കുമോ? കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് ചൂടും പ്രചാരണവുമാണ് ബീന കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്. ഒപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പും ഇതേപോലെ തന്നെ താപനില കൂടുന്നതിനനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടും വടക്കൻ കേരളത്തിൽ കൂടുകയാണ്. വടക്കൻ കേരളത്തിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. പ്രത്യേകിച്ച് ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള വാക്പോര്, NDA സ്ഥാനാർത്ഥി എത്തി കളം നിറഞ്ഞ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയതോടെ വടക്കൻ കേരളം വളരെ സജീവമായി കഴിഞ്ഞു എന്നുള്ളതാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം ഈ ഒരു മണിക്കൂറിൽ ചേരുകയാണ്. അരുൺ, വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ചൂടുമൊക്കെ എങ്ങനെ പോവുകയാണ്? വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് NDA ക്യാമ്പ്. ഒപ്പം ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ള തർക്കങ്ങൾ, വാക്പോരുകൾ ഒപ്പം കൂടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ LDF ക്യാമ്പുകൾക്കും ഒപ്പം തന്നെ CPM-നും ഒക്കെ ഉണ്ടോ? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഭൂമിയായി വടക്കൻ കേരളം മാറുകയാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും ഇതിനോടകം വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നണികൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വന്നിരിക്കുന്നു. എന്തായാലും അഭിമാനകരമായ പോരാട്ടം ഓരോ ഇടങ്ങളിലും 3 മുന്നണി സ്ഥാനാർത്ഥികളും നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോരുകളും അതോടൊപ്പം തന്നെ കുതന്ത്രങ്ങളും എല്ലാം തന്നെ മെനഞ്ഞുകൊണ്ട് 3 മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് അടക്കമുള്ള മണ്ഡലങ്ങൾ ഈ വടക്കൻ കേരളത്തിലെന്ന് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇന്നും ഈ വന്യമൃഗങ്ങളുടെ അക്രമമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇവിടെ സജീവമായി നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെ ഉണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി ഇതൊക്കെ തന്നെ മാറുന്നു. അതോടൊപ്പം തന്നെ ഈ CAA അടക്കമുള്ള വിഷയങ്ങൾ കൂടി പ്രചരണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികളൊക്കെ തന്നെ തീവ്രമായ ഒരു ശ്രമങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളൊക്കെ തന്നെ അത്തരം ഒരു പ്രചരണ ആയുധങ്ങൾ, വികസനത്തിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകാതെ ഉള്ള ഒരു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വർഗീയമായുള്ള കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഓരോ വീടുകളും കയറി ഇറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ബൂത്ത് തലത്തിൽ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം, ചിട്ടയോടെ അടുക്കോടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കേവലം ഒരു മാസം ഇനിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം, പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയ്ക്ക് തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രാമുഖ്യം നൽകുന്നത്. അതോടൊപ്പം തന്നെ വയനാട്ടിലടക്കം റോഡ് ഷോയിലൂടെ പരമാവധി പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ ഒരു വരവ് തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ
ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ഒരു ഈസി വാക്ക് ഓവർ എന്ന് തന്നെ കോൺഗ്രസ് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ഒട്ടും ആ ഒരു രീതിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏപ്രിൽ 3 തീയതി മാത്രമാണ് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ ഇവിടേക്ക് എത്തുക. രാഹുൽ എത്തി റോഡ് ഷോയും അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചതിന് ശേഷം മടങ്ങിപ്പോകും എന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ചർച്ച വയനാട്ടിലെ പോരാട്ടത്തിന് ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതോടൊപ്പം തന്നെ പാലക്കാടും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂടും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും, വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പതിവിന് വിപരീതമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരു മാസം ശേഷിക്കുമ്പോഴും കൃത്യമായ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ, പ്രചരണ വിഷയങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് 3 മുന്നണികളും വലിയ വീറോടെ വാശിയോടെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലൂടെ അവരെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രചരണ ചൂട്, അതിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലമാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രചരണത്തിൽ സജീവമാണ്. റോഡ് ഷോകൾ നടക്കുന്നു. ഒപ്പം UDFന്റെ സ്ഥാനാർത്ഥി ഇതുവരെ മണ്ഡലത്തിൽ എത്തിയത് പോലും ഇല്ല എന്നുള്ളൊരു ആശങ്കകൾ UDF ക്യാമ്പുകൾക്കുണ്ടോ? ഒപ്പം കൂടുതൽ കേന്ദ്ര നേതാക്കന്മാരൊക്കെ വരും ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ചർച്ചയാകാൻ പോകുന്നത് ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ വന്നുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങിയുള്ള ആശങ്കകൾ, ഇതൊക്കെ തന്നെയാണോ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ആയുധമാകുന്നതും ചർച്ചയാകുന്നതും അവിടെ? തീർച്ചയായും അതുതന്നെയാണ്. നമ്മളൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനിപ്പുറം വിശദമായി ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. അതിലേറ്റവും പ്രധാനമായി പ്രാണഭയത്തോടെ അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വയനാട്ടിലെ ജനത മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് കാരണം വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ രീതിയിലുള്ള അപകടം പതിയിരിക്കുന്നു. ഏത് സമയങ്ങളിലും വന്യമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു പ്രാണഭയത്തോടെ പ്രായമായവരും കുട്ടികളും അടക്കം ജീവിക്കേണ്ട ഒരു വലിയ ചുറ്റുപാടിലേക്ക് ഈ ഒരു പ്രദേശം ഒന്നാകെ മാറിയിരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കടക്കം ഈ ജില്ലയിലൊക്കെ എത്തിയിട്ടും ഈ ഒരു പ്രശ്നബാധിത മേഖലകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വീടുകളിൽ പോകാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഗവർണർ സന്ദർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പൊക്കെ നൽകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് MP ആയിരുന്ന രാഹുൽ ഇവിടേക്ക് എത്തിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കൃത്യമായ രീതിയിലേക്ക് ഒരു ഇടപെടൽ നടത്താതെ വന്ന ഒരു പ്രഹസനം പോലെ രാഹുൽ ഗാന്ധി അജീഷിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോഴായിരുന്നു ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയാണ്. പക്ഷേ തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ തങ്ങൾക്ക് MP ഇല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം അല്ലെങ്കിൽ വലിയൊരു കാര്യം അവർ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു രാഹുലിനെതിരെ അവർ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു അവലോകന യോഗം കൂടി മടങ്ങുകയല്ലാതെ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വയനാടൻ ജനത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും തങ്ങളുടെ ജീവിതം മുക്തമാക്കുക, ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ തീരുമാനം തന്നെയാണ്. അത് താമരശ്ശേരി രൂപതയൊക്കെ പലതവണയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നും ഇത്തരം ഒരു ദാരുണമായ സംഭവം നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി ആളുകൾക്ക് ഓരോ ദിവസവും ഈ വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഈ വയനാടൻ ജനത കടന്നു പോവുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇത് പ്രധാന വിഷയമായി തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ആ ഒരു വാഗ്ദാനങ്ങളിലേക്കൊക്കെ തന്നെ മുന്നണികൾ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പക്ഷേ ആ വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നവർക്കൊപ്പം മാത്രം തങ്ങൾ നിലയുറപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഇവരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി അവർ എത്തിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് കാണുന്നവർക്കൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെ തന്നെ അവർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയം സജീവ ചർച്ചയായി ശാശ്വത പരിഹാരം ഈ തെരഞ്ഞെടുപ്പിലൂടെയും കാണണമെന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ഇവരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ശാലിനി. അരുൺ, അതുപോലെ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി 30 ദിവസമേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടും കൊടുത്തുമുള്ള പ്രചരണ ചൂടിൽ
സർക്കാർ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഏതൊക്കെ മണ്ഡലത്തിലാണ് കൂടുതലായി കാണാൻ സാധിക്കുന്നത്? ഒപ്പം വയനാട്ടിലും അത് ചർച്ചയാകുന്നുണ്ട്, കോഴിക്കോടും മലപ്പുറം ഒക്കെയുള്ള ജില്ലകളിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെത്തി ഈ പ്രചാരണ ചൂടിനൊക്കെ ആവേശം പകരുന്നുണ്ട്. ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ചില പരാമർശങ്ങൾ അത് വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെയധികം രീതിയിൽ അവിടെ അലയടിക്കുന്നുണ്ടോ? എന്താണ് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം, വിലയിരുത്തലൊക്കെ ഈ മണ്ഡലങ്ങളിൽ? തീർച്ചയായും അതുതന്നെയാണ്. പത്രികാ സമർപ്പണം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കാസർഗോഡ് NDA സ്ഥാനാർത്ഥി അശ്വരി ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികൾ കൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകും. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തൽ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇതുതന്നെ തുറന്നു പറയാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കും മടിയാണ് എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള വരുന്നത്. കാരണം പെൻഷൻ ലഭിച്ചിട്ടില്ല, KSRTC ജീവനക്കാരുടെ ശമ്പളം, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനമില്ല. അങ്ങനെ സാധാരണക്കാരെ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചയാണ്, മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രചരണത്തിൽ അത് ഈ വികസനവും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ CA അടക്കമുള്ള വിഷയം, അതായത് പൗരത്വ ഭേദഗതി വിഷയമടക്കം ഇവിടെ ഈ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ കൃത്യമായി ചർച്ചയാക്കാനുള്ള ഒരു അജണ്ട അത് CPM മാത്രമല്ല, ഇടതുമുന്നണി മാത്രമല്ല, UDF-ഉം കൃത്യമായി ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആയിരുന്നു. പക്ഷേ BJP അവിടെ കൃത്യമായി തന്നെ BJP-യുടെ ഓരോ സ്ഥാനാർത്ഥികളും അവിടെ കൃത്യമായി പറയുന്നു ഈ നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം, അവർക്ക് കൃത്യമായി പറഞ്ഞ് നൽകിയിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ല. അതൊക്കെ തന്നെ ഈ ഒരു ആളുകളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് BJP നേതാക്കളൊക്കെ തന്നെയുള്ളത്. അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ വയനാട്ടിൽ വന്യമൃഗ ശല്യമാണ് എങ്കിൽ അതുപോലെ തന്നെ ഈ അടിസ്ഥാന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഈ MP-മാർ എന്തു ചെയ്തു എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാ മണ്ഡലങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. പരമ്പരാഗതമായി ഓരോ മുന്നണികളും വെക്കുന്ന സീറ്റുകൾ അവിടെ എന്തെല്ലാം വികസനങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ പരിശോധിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാവുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തീപാറുന്ന ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ആവേശം ഒട്ടും തന്നെ ചോരാതെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ പ്രചരണ തന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ പ്രചരണ രീതികളെല്ലാം തന്നെ വ്യക്തമാണ്. വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ആണ് അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം പങ്കുവച്ചത്. വിശദമായ റിപ്പോർട്ട് തന്നെയായിരുന്നു. നമ്മളിനി വടക്കൻ കേരളത്തിൽ നിന്നും നേരെ പോകുന്നത് തെക്കൻ കേരളത്തിലേക്കാണ്. തെക്കൻ കേരളത്തിൽ താരപോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. അവിടെ ഒരു കേന്ദ്രമന്ത്രി V മുരളീധരൻ കേന്ദ്രമന്ത്രി പ്രചരണത്തിന് സജീവമായുണ്ട്. പദയാത്ര ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ വീടുകളിലും അദ്ദേഹം എത്തുകയാണ്. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം CPM സ്ഥാനാർത്ഥി LDF-ന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം കോൺഗ്രസിന്റെ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള അടൂർ പ്രകാശും സജീവമായി തന്നെ പ്രചരണ ചൂടിലുണ്ട്. അതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കേന്ദ്രമന്ത്രി, ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ ലോക്സഭാ മണ്ഡലം NDA-യുടെ സ്ഥാനാർത്ഥി V മുരളീധരൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊപ്പം ആറ്റിങ്ങലിൽ നിന്ന് ചേരുന്നത് V വിനീഷാണ്. വിനീഷ്, തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു താരമണ്ഡലമായി ആറ്റിങ്ങൽ മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് അവിടുത്തെ പ്രചരണ വിശേഷങ്ങൾ? ഒപ്പം തന്നെ പ്രചരണ ചൂട് എത്ര എത്തിയിരിക്കുന്നു? ശാലിനി, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോകസഭ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കൊരു താരമത്സരത്തെക്കാൾ ഉപരി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സജീവമായ ഒരു പ്രവർത്തനം ഈ മേഖലകളിൽ ഈ മൂന്ന് മുന്നണികളും ഇടതുപക്ഷവും വലതുപക്ഷവും BJP-യും ശക്തമായ പ്രചരണത്തിലാണ് ഇപ്പോൾ മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബൂത്തുകൾ കേന്ദ്രീകരിച്ചും പദയാത്ര നടത്തിയും BJP ഒരുപടി മുന്നിലാണ് പ്രചരണ രംഗത്ത് എന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അടവ് വരെ എടുത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഈ ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിലെ അങ്കത്തട്ടിൽ നമുക്ക് പൂർണ്ണമായും കാണാൻ
കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചില കണക്കുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇത്തവണ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കഴിഞ്ഞ തവണ ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഒരു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമായിരുന്നു മൂന്ന് മുന്നണികളും നടത്തിയത്. ഈ ജയിക്കാൻ പോകുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന ഏത് പാർട്ടിയുമാകട്ടെ അവർക്ക് ഒരു മുന്നണിയുടെ ലീഡ് പരിശോധിക്കുമ്പോഴാണ് ഈ ത്രികോണ മത്സരത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ലീഡ് ഒരു മുന്നണികൾക്ക് ലഭിക്കില്ല. ഏകദേശം 25,000-നും 30,000-നും ഇടയിലുള്ള വോട്ടിന്റെ ലീഡായിരിക്കും എല്ലാ മുന്നണികൾക്കും ഓരോ തവണ ആറ്റിങ്ങലിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ BJPയുടെ വളർച്ച തന്നെയാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒറ്റയടിക്ക് 15% വോട്ട് വർധനവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റവും ത്രികോണ മത്സരത്തിലൂടെ വലിയ മുന്നേറ്റവും കാഴ്ചവെക്കാൻ പറ്റും. ഇത്തവണ വിജയം ഉറപ്പ് എന്നാണ് V മുരളീധരൻ വ്യക്തമാക്കുന്നത്. അതിൽ ചില കണക്കുകൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1400-ലേറെ ബൂത്തുകളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളതെങ്കിൽ അതിൽ 231 ബൂത്തുകളിൽ BJP കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തായിരുന്നു. രണ്ടാം സ്ഥാനത്ത് BJP എത്തി നിന്നത് 346 ബൂത്തുകളിലാണ് BJP രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി 550 ബൂത്തുകളിൽ ശക്തമായ സ്വാധീനം BJPക്ക് ഉണ്ട്. ഈ ബൂത്തുകളെയെല്ലാം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് BJPക്ക് എത്തിക്കാൻ ഇത്തവണ സംഘടനാ പ്രവർത്തനത്തിലൂടെ എത്തിക്കാൻ സാധിച്ചാൽ BJPക്ക് വിജയം ഉറപ്പ് എന്നാണ് BJP ക്യാമ്പുകൾ പരക്കെ പറയുന്നത്. ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തങ്ങളുടെ ഏറ്റവും ശക്തനായ കേരളത്തിന്റെ നേതാവായ V മുരളീധരനെ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രീതിയുള്ള ഒരു മന്ത്രിയും കൂടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങി ആറ്റിങ്ങലിന്റെ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP പയറ്റുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് LDF പയറ്റുന്ന അടവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. LDFന്റെ ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അവിടുത്തെ വർക്കലയിലെ MLA കൂടിയായ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിക്കൊണ്ട് ജോയിയെ വെച്ച് അടിത്തട്ടിലെ വോട്ടുകൾ താഴെത്തട്ടിലെ വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് വിജയം ഇത്തവണ കഴിഞ്ഞ തവണ CPMന് നഷ്ടപ്പെട്ട ഈ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അടൂർ പ്രകാശിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ഒരു ത്രികോണ മത്സരം തന്നെയാണ് നിലനിൽക്കുന്നത്. പല സർവേകളും വ്യക്തമാക്കുന്നത് ശതമാനത്തിന്റെ വ്യത്യാസമാണ് മൂന്ന് മുന്നണികളും തമ്മിൽ ഇവിടെ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. മൂന്ന് മുന്നണികളും അങ്കത്തട്ടിൽ സജീവമായ പ്രവർത്തനവും സജീവമായ പ്രചരണവുമായി മുന്നേറുകയാണ്. ശാലിനി. എന്തായാലും വിനീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ ആവേശത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. നമ്മളിനി പോകുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. നിഷ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ നിലവിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം പുതുമുഖമായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി അരുൺ, BDJSന്റെ സ്വാധീന മേഖലയിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ NDയുടെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാലയും മത്സര രംഗത്തുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. നിഷ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാവേലിക്കര മണ്ഡലം രൂപീകൃതമായതു മുതൽ തുടർച്ചയായി 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അനുഭവ സമ്പത്തുമായാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മത്സര രംഗത്തിറങ്ങുന്നത്. അനുഭവ സമ്പത്തിനെ നേരിടാൻ CPIയുടെ യുവനേതാവ് അഡ്വക്കേറ്റ് CA അരുൺകുമാറും BDJ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും മത്സര രംഗത്തിറങ്ങുന്നതോടെ മാവേലിക്കരയിൽ ഇത്തവണ തീ പാർന്ന പോരാട്ടമാണ്. നിലവിൽ മാവേലിക്കരയുടെ MP ആണ്. ഈ വികസനം മുൻനിർത്തി തന്നെയാണോ വോട്ടർമാർക്ക് മുന്നിലെത്തുന്നത്? വികസനം തന്നെയാണ്. വികസനം മാത്രമല്ല, ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ വികസനം, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്ത് വികസനമാണ് മാവേലിക്കരയ്ക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത്? മാവേലിക്കരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വികസനം ഒന്ന്, ഞാൻ 2009 സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ
ഡബിളിങ്, പാത ഇരട്ടിപ്പിക്കുന്നത്. അന്ന് ഞാൻ 2009 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മാവേലിക്കര വരെ മാത്രമാണ് ഈ ബ്രോഡ് ഗേജ് പാതയുടെ ഇരട്ടിപ്പിക്കൽ, കായംകുളം കോട്ടയം സെക്ടറിലെ ഇരട്ടിപ്പിക്കൽ എന്നുള്ളത്. ഞാൻ MP ആയി വന്നതിന് ശേഷമാണ് അത് ദ്രുതഗതിയിലാക്കി. മാവേലിക്കര ചെങ്ങന്നൂർ വരെയും, ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്ങവനം വരെയും ദ്രുതഗതിയിൽ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കി. കുട്ടനാട് ഉൾപ്പെടുന്ന മണ്ഡലമാണ്. കുടിവെള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ കുട്ടനാട്ടുകാർക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളത്തിനായിട്ട് വള്ളത്തിലൊക്കെ പോയി എടുക്കുന്നത്. കുട്ടനാട് ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ MP ആണ് നിലവിൽ. എന്താ പറയാനുള്ളത്? കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 13ാം ധനകാര്യ കമ്മീഷൻ 60 കോടി രൂപ കൊടുത്തു. അത് ചെലവാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കത്തേ ഉള്ളൂ. ആ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇപ്പം കുടിവെള്ളം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അതിന് സംവിധാനമില്ല. ആ കുടിവെള്ള പദ്ധതിക്ക് പണം സംസ്ഥാനത്തിന് ഏൽപ്പിക്കും. സംസ്ഥാന ഗവൺമെൻറ് വാട്ടർ അതോറിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി അവരാണ് അത് കുടിവെള്ളം കൊടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥ എന്താണ്? അതാണ് കുട്ടനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം രൂപീകൃതമായ സമയം മുതൽ UDF-ലെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നു. ഇത്തവണ യുവ രക്തമെന്ന് പറയാം, അരുൺകുമാർ മത്സരിക്കുന്നു. രാഷ്ട്രീയം മാത്രമാണോ മാവേലിക്കരയിൽ ഇത്തവണ ചർച്ചയാവുന്നത്? മാവേലിക്കരയിൽ ഇത്തവണ രാഷ്ട്രീയത്തിനുമപ്പുറം വികസനം ചർച്ച ചെയ്യും. 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ആൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഈ മണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയർന്നത് കൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ആദ്യം ഇവിടെ മത്സരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത്. മത്സരിക്കാൻ ഇല്ല എന്നൊക്കെ ഇടയ്ക്ക് ആദ്യം തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ അഭാവം, മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, ഈ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത്, മണ്ഡലത്തിൽ കാണാൻ പോലും ഇല്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മത്സരിക്കാൻ പോലും ഇല്ല എന്ന ഒരു നിലപാട് ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,30,000 അധികം വോട്ടുകൾ നേടാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും ആ രീതിയിൽ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് മുന്നേറാനാവുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ പങ്കുവെക്കാനുള്ളത്? തീർച്ചയായിട്ടും. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ രണ്ടുപേരും മണ്ഡലക്കാരല്ല. ആലപ്പുഴ മണ്ഡലക്കാരനാണ്, കായംകുളത്തുകാരനാണ് അരുൺകുമാർ. കൊടിക്കുന്നിൽ സുരേഷ് അറിയാവുള്ളൂ, യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരനാണ്. മണ്ഡലക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിൽ ജനിച്ചു വളർന്നയാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഇപ്പം യുവത്വം ഒന്നും പറയണ്ട. അപ്പുറം യുവത്വം പറയുന്ന ആളും ഞാനും തമ്മിൽ 4-5 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. യുവത്വമൊന്നുമല്ല പ്രശ്നം, കഴിവിനും കാര്യശേഷിയുമാണ് പ്രശ്നം. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ടോ എന്നുള്ളതാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ NDAയുടെ ഒരു വോട്ട് ഏതാണ്ട് 1,33,000 വോട്ടെന്ന് പറയുന്നത് അതൊരു അടിസ്ഥാന വോട്ടായിരുന്നു. ഇപ്പൊ അതിനെക്കാട്ടിൽ ആ ഒരു അടിത്തറ വളർന്നിട്ടുണ്ട് ഒരുപാട്. വളരെ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചു. ഇപ്പം 4ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. UDF അപ്രമാദിത്വം അവകാശപ്പെടുന്ന മണ്ഡലമാണ് മാവേലിക്കര. വോട്ടർമാരെ എല്ലാവരെയും തന്നെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു. 1 മാസക്കാലം പിന്നിട്ടു. ഇപ്പോൾ സ്ഥാനാർത്ഥി സ്വീകരണം 4ാം ഘട്ട പ്രചരണ പരിപാടികളുടെ ഭാഗമായി 2 മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഏതാണ്ട് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ നമ്മുടെ സ്വീകരണ പരിപാടികൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്വീകരണം. അപ്പോൾ അത്തരത്തിൽ വളരെ ചടുലമായ കൃത്യതയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിന് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ വന്നത് ജയിക്കാനാണ്. ഈ മണ്ഡലം ഇത്തവണ ജയിക്കുമെന്നുള്ളതിൽ 100% ഉറപ്പ് തന്നെയാണ്. പുതുമുഖത്തിന്റെ ആശങ്കയൊന്നുമില്ല അല്ലേ? പുതുമുഖത്തിൻ്റെ ഒരു ആശങ്കയുമില്ല.
എൻ്റെ മനസ്സിൽ പോലും അത്തരം ചിന്താഗതികളൊന്നും വന്നില്ല. കാര്യം ദീർഘമായ 24 കൊല്ലക്കാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരാളാണ്. ചെറിയ പ്രായത്തിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് അതാണ്ട് 24 കൊല്ലക്കാലം നിന്ന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിന്ന് അതിൻ്റെ ഭാഗമായി പൊതുരംഗത്ത് നിന്ന് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ പല കാര്യങ്ങൾക്ക് സ്ഥിരമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു അനുഭവ പരിചയം കൂടി ഉള്ളതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഈ പറയുന്ന മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളൊന്നും ഒരു പുതുമുഖത്തിൻ്റെ ആശങ്കകളൊന്നുമില്ലായിരുന്നു. നേരെ ഒന്നാം റൗണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ജനം ഭയങ്കരമായി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് അടുത്തു വന്നത്. അവർ പെരുമാറിയത്, അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ജയിച്ച് ഇവിടെ നിന്നും പോയി കഴിയുമ്പോൾ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരാളായി മാറരുത് അരുൺകുമാർ. ആ ഒരു ഉപദേശമാണ് എനിക്ക് തരുന്നത്. ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ആ ഒരു ഉപദേശമാണ് എനിക്ക് തരുന്നത്. അപ്പം ഞാൻ തിരിച്ച് ഈ മണ്ഡലത്തിന് കൊടുത്ത ഏക വാഗ്ദാനം, ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ വാഗ്ദാനം. അതാണ് ഈ മണ്ഡലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ വികസനമെന്ന് ഞാൻ കരുതുന്നതും. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം. ഇനി നമ്മൾ പോകുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ആവേശത്തിലാണ്, കൊടുമുടിയിലാണ്. എറണാകുളത്തെ ഞങ്ങളുടെ റിപ്പോർട്ട് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. പെസഹ ദിനത്തിലും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ സജീവമാണ്. അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ KJ ഷൈനൊപ്പം രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടിട്ട് വരാം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് 3 മുന്നണി സ്ഥാനാർത്ഥികളും മുന്നേറുകയാണ്. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KJ ഷൈനാണ്. KJ ഷൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധ്യാപികയാണ്. ആ ഒരു പരിചയം, അതോടൊപ്പം തന്നെ പറവൂർ നഗരസഭയിൽ 3 വട്ടം അംഗമായ ഒരു പാരമ്പര്യം, അതൊക്കെ തന്നെയാണ് KJ ഷൈൻ നിലവിൽ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്ന സമയത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പെസഹ ദിനമായതുകൊണ്ട് പള്ളികളിൽ വിശ്വാസികളോട് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. എന്തായാലും അവരോട് തന്നെ പ്രചാരണ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ടീച്ചറെ, എത്രത്തോളം വിജയസാധ്യതയുണ്ട്? എത്രത്തോളം പ്രചാരണം മുന്നോട്ട് പോകുന്നുണ്ട്? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പോകുന്നു. ആദ്യം തുടങ്ങി നമ്മൾ നേരത്തെ തന്നെ ക്യാമ്പയിൻ ആരംഭിച്ചു. എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന പ്രവർത്തനം ആദ്യം തുടങ്ങി. ഇപ്പോൾ ഒരു 3-ാം വട്ട പ്രചരണ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ടീച്ചർ നഗരസഭാ അംഗമാണ്. ആ ഒരു വടക്കൻ പറവൂരിലെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ടീച്ചറിന് വലിയ പങ്കുണ്ട്. അതുതന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. എതിരാളികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലയെക്കുറിച്ച് മുൻപരിചയമില്ല, വടക്കൻ പറവൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാളാണ്. അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറവൂർ 13 വർഷമായി കൗൺസിലറായിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഒരു 25 വർഷമായി അധ്യാപക സംഘടനാ രംഗത്ത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അധ്യാപകരുടെ ഇടയിൽ ഞാൻ അറിയുന്ന ആളാണ്. അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ അറിയുന്ന കുറെ പേരുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊന്ന്, അതായത് സ്ത്രീ പ്രാതിനിധ്യം. 2 പേർ, ഹൈബി ഈഡനാണെങ്കിലും KS രാധാകൃഷ്ണനാണ് എതിർ സ്ഥാനാർത്ഥികൾ. അപ്പോൾ ഇരുവർക്കും ഇടയിൽ ഒരു വനിതാ പ്രാതിനിധ്യം വന്നിരിക്കുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്യും? സ്ത്രീകളുടെ ഒരു പ്രത്യേകത എല്ലാവരെയും പരിഗണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വീട്ടിലൊരു സ്ത്രീ, അമ്മ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ആൾ മാത്രമല്ല, എല്ലാവരെയും കരുതാൻ കഴിയുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് സ്ത്രീക്കത് കഴിയും. എനിക്കും എൻ്റെ ഈ മണ്ഡലത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരോടൊപ്പം നിൽക്കാനും കഴിയും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. വിജയം സുനിശ്ചിതം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതെ 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 അതെ
വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ട പ്രചാരണം മുന്നേറുകയാണ്. 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. എറണാകുളത്ത് വേനൽ കനക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും കടുക്കുകയാണ്. ക്യാമറാമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി. നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലത്തിലെയും സിറ്റിംഗ് എംപിമാരുടെ ഒരു വിലയിരുത്തലിലേക്കാണ്. ഓരോ എംപിമാരും അവരുടെ മണ്ഡലങ്ങളിൽ എന്തു ചെയ്തു? 5 വർഷം മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലായോ? ഉറപ്പുകൾ പാലിച്ചോ? നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എംപി ആയിട്ടുള്ള ശശി തരൂരിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ സിറ്റിംഗ് എംപിയാണ്. വന്ന അന്നു മുതൽ നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ അതൊക്കെ യാഥാർത്ഥ്യമായോ? ഇനി എന്തൊക്കെ ബാക്കിയുണ്ട് ചെയ്യാൻ? തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട് മടങ്ങി വരാം. MLA-മാർക്ക് 6 കോടിയുടെ നിയോജക മണ്ഡലത്തിൽ MP-ക്ക് ആകെ ഒരു 50 ലക്ഷമേ ഉള്ളൂ. ആ 6 കോടി കാരണം ഞങ്ങൾക്ക് 7 നിയോജക മണ്ഡലത്തിലത്തെ 5 കോടി, അതിലത്തെ 25% SC/ST പ്രോജക്റ്റ് മാത്രം. അതുകൊണ്ട് അവസാനത്തിൽ 3.5 കോടി നിങ്ങൾ 7 വഴിക്ക് വിതരണം ചെയ്താൽ 50 ലക്ഷമേലും ഓരോ സ്ഥാപനം. നെയ്യാറ്റിൻകരയിൽ ഒരു വർഷത്തെ ചെലവാക്കാൻ 50 ലക്ഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ MP ഫണ്ടിനൊക്കെ 5, 6, 7 ലക്ഷത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത്. തുടർച്ചയായി 15 വർഷങ്ങളായി തിരുവനന്തപുരത്തെ MP, 2009 മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗം, മുൻ കേന്ദ്രമന്ത്രി, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. നിലവിലെ സിറ്റിംഗ് MP തിരുവനന്തപുരത്തിനായി എന്തു ചെയ്തു? പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും നടപ്പിലായോ? മുതൽ തുടർച്ചയായി 3 തവണ ലോക്സഭാ അംഗം, തിരുവനന്തപുരത്തെ വോട്ടർമാർ വിശ്വസിച്ച് ഡൽഹിക്ക് അയച്ച നേതാവ്. എങ്കിലും വോട്ടർമാരുടെ വിശ്വാസം ശശി തരൂർ തിരികെ നൽകിയോ എന്ന ചോദ്യം 4ാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ ശശി തരൂരിന് മുന്നിലുണ്ട്. 2009 ശശി തരൂർ തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിനെത്തുമ്പോൾ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു തലസ്ഥാനത്തെ സ്പെയിനിലെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കുമെന്ന്. മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, നഗരാസൂത്രണം, കായികം തുടങ്ങിയവയെല്ലാം ബാഴ്സലോണയുമായി സഹകരിച്ച് സുന്ദര നഗരമാക്കുമെന്ന പ്രഖ്യാപനം. 4ാം തവണയും മത്സരത്തിനെത്തിയപ്പോഴും ബാഴ്സലോണയും വന്നില്ല, ഇരട്ട നഗരവും വന്നില്ല. തിരുവനന്തപുരത്തെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കുമെന്ന ശശി തരൂരിന്റെ സ്വപ്ന പദ്ധതി 15 വർഷം പിന്നിടുമ്പോഴും നടപ്പായില്ല. പദ്ധതി നടക്കാത്തതിന് പിന്നിൽ CPM എന്ന ആരോപണമായിരുന്നു തരൂരിന് മുന്നിലുള്ളത്. തരൂരിന്റെ അടുത്ത പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച്. എന്നാൽ അതും ഇനി എത്തില്ലെന്ന സൂചന തരൂർ തന്നെ നൽകുന്നുണ്ട്. തലസ്ഥാനത്തിന് ഒരു എയിംസ് എന്ന പ്രഖ്യാപനം നടപ്പാക്കാനും സിറ്റിംഗ് MP-ക്ക് കഴിഞ്ഞില്ല. അവിടെ കേന്ദ്ര സർക്കാരിനെയും പ്രാദേശിക BJP നേതൃത്വത്തെയും പഴിചാരുകയാണ് ശശി തരൂർ. പൂവാർ, പൊഴിയൂർ, കോവളം, വിഴിഞ്ഞം ഉൾപ്പെടെ തീരദേശ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന തരൂർ മോഡൽ 15 വർഷത്തിനിപ്പുറവും സക്സസ് ആയില്ല. പൊഴിയൂരിലെ ജനതയ്ക്ക് വാഗ്ദാനങ്ങളല്ല, പകരം നടക്കുന്ന പദ്ധതികളാണ് വേണ്ടതെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി തന്നെ കാട്ടിക്കൊടുത്തു. ഇതും തീരദേശ മേഖലയിൽ ശശി തരൂരിന് തിരിച്ചടിയാകുന്നുണ്ട്. 5-6 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു സഫറിങ് അവർക്ക് തീര മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. ആ ഇഷ്യൂ എടുത്തിട്ട് ഞാൻ ഡൽഹി പോയി എക്സ്പേർട്സിൻ്റെ കൂടെ ഇരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കൂടെ ഇരുന്നു. അതിൻ്റെ ഒരു പരിഹാരം, ഒരു ഷോർട്ട് ടേം സൊല്യൂഷനും ലോങ് ടേം സൊല്യൂഷനും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഇവിടുത്തെ സഫറിങ് എല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറാണ്, മുമ്പോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ്. വോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരുന്നത്. അപ്പം നമുക്ക് വന്നിട്ട് ഇപ്പോൾ പ്രോജക്റ്റ് എല്ലാം കാണിച്ചു തന്നു, നേരിട്ട് തെളിവ് സഹിതം കാണിച്ചു തന്നു. അപ്പോൾ 3 മാസത്തിൽ നമുക്ക് ഇത് ഇട്ടിരുമെന്നാണ് പറയുന്നത്. ഈ വർഷം ഞങ്ങൾ എങ്ങനെ വെച്ചാലും വോട്ടൊന്നും ഞങ്ങൾ മാറ്റിപ്പിടിക്കാനാണ് പോകുന്നത്. ഞങ്ങൾ BJP-ക്ക് വോട്ടിടാനാണ് തീരുമാനം. കാരണം ഈ നാട്ടിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള വീട് വരെ പോകും ചേച്ചി. അപ്പം ഞങ്ങൾക്ക് ഈ നമ്മുടെ നാട് വിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമോ? നമ്മൾ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വർഷം അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നു, പ്രോജക്റ്റ് എല്ലാം കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ വോട്ട് ഞങ്ങൾ BJP-ക്ക് കുത്തിക്കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെ പോരടിക്കുന്നുണ്ട്. MP എന്ന നിലയിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ വേണ്ട പണം ലഭിക്കുമെന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം.
15 വർഷം MP ആയിരുന്ന ശശി തരൂരിന് രൂക്ഷ വിമർശനവും. MP ഫണ്ട് മാത്രമല്ല MPക്ക് ശേഖരിക്കാവുന്ന കാശ്. MP ഫണ്ടിന് പുറമെ നമുക്ക് സംഭരിക്കാവുന്ന മറ്റ് കാശുണ്ട്. അത് ശശി തരൂരിന് അറിയാത്ത കൊണ്ടല്ല. ഒരു MP എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാർ സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും. അതിനുള്ള വഴി നോക്കണം. റൂള് മാത്രം നോക്കി നമ്മളവിടെ പോയി MP ആയി പ്രവർത്തിച്ചാൽ പറ്റില്ല. 40 വർഷം കോൺഗ്രസ് ഭരണത്തിൽ മുടങ്ങിക്കിടന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് പൂർത്തിയാക്കുന്നതിലും നടപടികൾ സ്വീകരിക്കാൻ ശശി തരൂരിനായിട്ടില്ല. തരൂര് 15 വർഷം MP ആയിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും പരിഗണിക്കാത്ത ബൈപ്പാസാണ് നരേന്ദ്രമോദി ഭരണത്തിലൂടെ സാക്ഷാത്കരിച്ചത്. 15 വർഷത്തെ സിറ്റിംഗ് MPയുടെ വിലയിരുത്തൽ കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലസ്ഥാനവാസികൾക്ക്. സിറ്റിംഗ് MP ശശി തരൂർ എന്തു ചെയ്തുവെന്ന് ജനം തന്നെ ചോദിക്കുന്നുണ്ട്. മാറ്റവും പ്രതീക്ഷിക്കുകയാണ് തിരുവനന്തപുരത്തെ പ്രിയ വോട്ടർമാർ. ജനം, തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലേക്കാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരിക്കുകയാണ് NDA സഖ്യം. ജാർഖണ്ഡിൽ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമായി ചേർന്ന BJP സഖ്യം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നുണ്ട്. ഒപ്പം മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഈ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും അല്ലെങ്കിൽ തമ്മിൽ തല്ലും ഒക്കെ ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവർക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനോ പ്രഖ്യാപനം നടത്താനോ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ നമുക്കൊപ്പം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, ദേശീയ തലത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ചർച്ചകളും ഒക്കെ ഏത് ഘട്ടത്തിലാണ്? ഈ കോൺഗ്രസിലെ തമ്മിത്തല്ലും ഗ്രൂപ്പിസം ഒക്കെ തന്നെ ദേശീയ തലത്തിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണോ? തെരഞ്ഞെടുപ്പ് പ്രചരണം എത്രത്തോളം ആവേശത്തിലാണ് ഈ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും? ശാലിനി, രാജ്യം പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അധിക പാർട്ടികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19-നാണ് നടക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. NDA ക്യാമ്പ് പരിശോധിക്കുമ്പോൾ BJP വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജാർഖണ്ഡിൽ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമായി സഖ്യം സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാവുകയും 13 സീറ്റുകളിൽ BJPയും 1 സീറ്റുകളിൽ സ്റ്റുഡൻസ് യൂണിയനും മത്സരിക്കുന്ന രീതിയിലാണ് ജാർഖണ്ഡിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടുള്ളത്. ഒപ്പം ഉത്തർപ്രദേശ് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങൾ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ RLDയുമായുള്ള സഖ്യ ചർച്ച ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 80 സീറ്റും പിടിച്ചെടുക്കുമെന്ന വലിയ പ്രഖ്യാപനത്തോടു കൂടിയാണ് BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ആന്ധ്രാപ്രദേശിൽ സഖ്യ ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ബീഹാറിലേക്ക് എത്തുമ്പോൾ അവിടെ നിതീഷ് കുമാറുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ, JDUമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തി. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ സഖ്യകക്ഷിക്കുള്ളിൽ പൂർത്തിയാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് NDA ക്യാമ്പ്. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതോടൊപ്പം 1, 2, 3 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ ശാലിനി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വലിയ തലവേദനയായി മാറുകയാണ്. പ്രത്യേകിച്ച് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഉത്തർപ്രദേശിൽ അമേഠിയും റായ്ബറേലിയും കഴിഞ്ഞ ബുള്ളറ്റിനുകളിലും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ തന്നെ വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമാക്കി എടുക്കുകയും ചെയ്തിരുന്നു. കാരണം റായ്ബറേലി, അമേഠി എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിരുന്നു 2019 വരെ. അവിടെ 2019 പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ മുൻപ് ഉത്തർപ്രദേശും ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഭാരതവും തന്നെ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് 2019 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി എന്ന ഒറ്റ മണ്ഡലമാണ്, സോണിയയിലൂടെ റായ്ബറേലി മാത്രമാണ് ഉത്തർപ്രദേശിൽ വിജയിപ്പിക്കാൻ സാധിച്ചത്. അവിടെ നിന്ന് 5 വർഷം കഴിഞ്ഞ് 2024 എത്തുമ്പോൾ റായ്ബറേലിയിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് കോൺഗ്രസ് വലിയ രീതിയിൽ
രീതിയിൽ ജനസ്വാധീനം നഷ്ടപ്പെടുന്നു. റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കാനില്ല എന്നുള്ളതാണ് നെഹ്റു കുടുംബം വ്യക്തമാക്കുന്നത്. അവിടെ രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നുള്ളത് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം നിരന്തരം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് പ്രതികൂലമായി ബാധിക്കും. യാതൊരു തരത്തിലും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളത് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിനോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പരാജയ ഭീതി തന്നെയാണ് റായ്ബറേലിയിലും അമേഠിയിലും മത്സരിക്കുന്നതിൽ നിന്ന് നെഹ്റു കുടുംബത്തെ പിന്തിരിപ്പിക്കുന്നത്. കാരണം അമേഠിയിൽ കനത്ത പരാജയം, കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള 2004 മുതൽ 2019 വരെ രാഹുൽ മാത്രം വിജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ 2019 സ്മൃതി ഇറാനിയോട് കനത്ത തോൽവി രാഹുലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒപ്പം റായ്ബറേലി പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആകെ 2 തവണയാണ് റായ്ബറേലിയിൽ കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2004 മുതൽ അവിടെ തുടർച്ചയായി സോണിയ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത്തരത്തിലൊരു മണ്ഡലത്തിൽ പോലും മത്സരിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നെഹ്റു കുടുംബം അവിടെ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, കഴിഞ്ഞ തവണ അമേഠി ആണെങ്കിൽ ഈ തവണ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകളും NDA സഖ്യം തൂത്തുവാരും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അവിടെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. ഒപ്പം കഴിഞ്ഞ തവണ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങൾ, പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ, ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ടും അവിടങ്ങളിൽ താരപ്രചാരകരെ കളത്തിലിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും JP നദ്ദയും ഉൾപ്പെടെ BJPയുടെ താരപ്രചാരകർ ഇത്തരം മണ്ഡലങ്ങളിൽ ആദ്യം തന്നെ കളത്തിലിറക്കി ഒരു മോദി തരംഗം രാജ്യത്തുടനീളം ഉണ്ടാക്കുകയും അതിലൂടെ ഇത്തവണ 400+ എന്ന ലക്ഷ്യം കൈവരിക്കുക, അതായത് 400-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിലേറുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും BJP പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സംഘടനാ തലത്തിൽ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒപ്പം ജനസ്വാധീനമുള്ള ശക്തരായ നേതാക്കൾക്കും അവസരം നൽകിക്കൊണ്ടാണ് ഇതുവരെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണെങ്കിലും ഒപ്പം അമിത്ഷാ, കൂടാതെ നിതിൻ ഗഡ്കരി തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ BJP പൂർത്തിയാക്കി. ഇപ്പോൾ സഖ്യകക്ഷികൾക്കിടയിലുള്ള സീറ്റ് വിഭജനം ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും പൂർത്തിയായിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് NDAക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്ക് പ്രചാരണ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനോ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം എന്തായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആര് ഭരണത്തിലേക്ക് ഏറും എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ മുൻപോട്ട് പോക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെയും അവരുടെ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയായിരിക്കും 2024 പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ശാലിനി. എന്നാലും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തിന് സമാനമായി തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതിൽ സംശയമില്ല. കേരളത്തിന് സമാനമായി തന്നെ കൊഴിഞ്ഞുപോക്കും ദേശീയ തലത്തിലും തുടരുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയും ഒപ്പം തന്നെ വെല്ലുവിളിയും ഉണ്ടാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം പോലും പല ശക്തി കേന്ദ്രങ്ങളിലും അവർക്ക് പൂർത്തീകരിക്കാൻ കൂടി കഴിയാത്തത് ഏറെ വെല്ലുവിളി 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ, അവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ മഹാഭാരതത്തിലൂടെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ചർച്ച ചെയ്തത്, പരിചയപ്പെട്ടത്. അടുത്ത ദിവസം വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. ഒപ്പം വിവിധ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി വീണ്ടും കാണും വരെ നമസ്തേ.